മറ്റു പല തത്വശാസ്ത്രങ്ങളും നമ്മുടെ നാട്ടിൽ രൂപം കൊണ്ട് അതിന്റെ അപ്രായോഗികത തിരിച്ചറിഞ്ഞ് ലോകം മുഴുവൻ ആ പ്രത്യയശാസ്ത്രങ്ങളെ തിരസ്കരിച്ചു കഴിഞ്ഞു. ലോകത്തിന്ന് ആ പ്രത്യയശാസ്ത്രങ്ങൾ എവിടെയുമില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിലും ഇല്ല, ചൈനയിലും ഇല്ല. കാരണം ആ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള മുതലാളിത്തത്തെ പരിപൂർണമായും തിരസ്കരിക്കുന്ന ഒരു സമൂഹ വ്യവസ്ഥ, ആ സമൂഹ വ്യവസ്ഥ നടപ്പിലാക്കാൻ സാധ്യമല്ല എന്ന് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ എന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രങ്ങളടക്കം അംഗീകരിച്ചിരിക്കുക. കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ അവരെവിടെയാണ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് തന്നെ അവർക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. അതേസമയത്ത് ദീൻദയാൽജി മുൻകൈയെടുത്തുകൊണ്ട് ഭാരതത്തിന്റെ ദീൻദയാൽജി രൂപപ്പെടുത്തിയെടുത്തു എന്ന് പറയുന്നത് ശരിയായിരിക്കില്ല. കാരണം ഏകാത്മ മാനവ ദർശനം എന്ന് പറയുന്നത് മനുഷ്യനെ സമഗ്രമായി, മനുഷ്യൻ എന്ന് പറയുന്നത് കേവലം ശരീരമല്ല, ഭൗതിക ജീവി മാത്രമല്ല, ശരീരവും ബുദ്ധിയും മനസ്സും ആത്മാവും ഇതെല്ലാം ഒരുമിച്ച് ചേർന്ന ഒരു സമഗ്ര മനുഷ്യൻ. ആ സമഗ്രമായിട്ട് മനുഷ്യനെ വീക്ഷിക്കുന്ന, മനുഷ്യനെ വിലയിരുത്തുന്ന ഒരു പ്രത്യയശാസ്ത്രം. ആ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ സാമ്പത്തിക നയങ്ങൾ, ആ സാമ്പത്തിക നയങ്ങൾ, സാമൂഹ്യ നയങ്ങൾ, അത് പ്രാവർത്തികമാക്കാനാണ് ഇന്ന് നരേന്ദ്രമോദിജിയുടെ ഓരോ പദ്ധതിയിലൂടെയും ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ, പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരു പദ്ധതി, ഒരു ആശയധാര, ആ ആശയധാരയാണ് ഏകാത്മ മാനവ ദർശനം എന്നുള്ളത് ഒരിക്കൽ കൂടി വ്യക്തമാവുകയാണ്. കാലഹരണപ്പെട്ട പല ആശയങ്ങളും, ലോകം തിരസ്കരിച്ച ആശയങ്ങൾ പലതും നല്ല ആശയങ്ങളായിരിക്കും. എന്ന് പറഞ്ഞാൽ കേൾക്കാൻ വളരെ നല്ല കാര്യങ്ങൾ, ഉദാത്തമായിട്ടുള്ള സങ്കല്പങ്ങൾ. പക്ഷെ അപ്രായോഗികമായിട്ടുള്ള ഉദാത്ത സങ്കല്പങ്ങൾ കൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടികളുടെ അത്തരത്തിലുള്ള ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ അവരിൽ വിശ്വാസം അർപ്പിക്കുന്നത്, ആ വിശ്വാസം അസ്ഥാനത്താകും എന്നുള്ളത് തെളിയിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രയോഗത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന പ്രത്യയശാസ്ത്രമായിട്ട് ഏകാത്മ മാനവ ദർശനം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടം. അന്ത്യോദയയിലൂടെ സർവോദയം എന്നുള്ള ദീൻദയാൽജിയുടെ ലക്ഷ്യം, അദ്ദേഹത്തിന്റെ സ്വപ്നം, ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിൽ സാധാരണക്കാരനായി സ്വന്തം അമ്മയടക്കം അടുത്ത വീട്ടിൽ ജോലിക്ക് പോയിരുന്ന ഒരാൾ, ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന് ഒരു തൊഴിലാളിയുടെ മകനായി ജനിച്ച അദ്ദേഹത്തിന് ദാരിദ്ര്യം എന്ന് പറയുന്നത് പുസ്തകങ്ങളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് അദ്ദേഹം ദാരിദ്ര്യം എന്താണ് എന്ന് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 11 വർഷങ്ങൾക്കിടയിൽ 25 കോടി ആളുകളെ, 25 കോടി ഇന്ത്യൻ പൗരന്മാരെ ദാരിദ്ര്യരേഖയുടെ മുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഗരീബ് കല്യാൺ യോജന അഥവാ ദരിദ്രക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ ശ്രീമാൻ നരേന്ദ്രമോദിജിക്ക് സാധിച്ചത്. അതിൽ ദാരിദ്ര്യമില്ലാതാക്കണമെങ്കിൽ അഴിമതിയും കുടുംബവാഴ്ചയും അവസാനിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ ശ്രീ നരേന്ദ്രമോദിജിക്ക് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് ധാരണയുണ്ടായിരുന്നു. കാരണം അഴിമതിയും കുടുംബവാഴ്ചയുമാണ് ദാരിദ്ര്യത്തിന്റെ അടിസ്ഥാന കാരണങ്ങൾ. കാരണം സുതാര്യതയില്ലായ്മ, ആ സുതാര്യതയില്ലായ്മയാണ് അഴിമതിയുടെ മറ്റൊരു വശം. അതിനെ പരിഹരിച്ചുകൊണ്ട് അഴിമതിക്കാരെ വെച്ചുപുറപ്പിക്കില്ല എന്നുള്ള നിലപാടെടുത്തുകൊണ്ട് അഴിമതിക്ക് എതിരായിട്ടുള്ള പോരാട്ടത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നുള്ള നിലപാടെടുത്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് ഈ രാജ്യത്തിന്റെ ഭരണത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ, അതിനു മുൻപുള്ള കാലഘട്ടങ്ങളിൽ, ആ കാലഘട്ടങ്ങളിൽ
പ്രത്യേകിച്ച് 2004 മുതൽ 2014 വരെയുള്ള കാലഘട്ടത്തെക്കുറിച്ച് ഈ കൂട്ടത്തിൽ ഏറെ പേർക്ക് ഓർമ്മയുണ്ടാവുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ കേന്ദ്ര മന്ത്രിസഭയിലുള്ള മന്ത്രിമാരുൾപ്പെടെയുള്ള നിരവധി ആളുകൾക്ക് അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നതിന്റെ അടിസ്ഥാനത്തിൽ കേവലം ആരോപണങ്ങളല്ല, CAG, കോടതികൾ, അതുപോലെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളടക്കം ആ അഴിമതിയെക്കുറിച്ച് കൃത്യമായി ചൂണ്ടിക്കാണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രാജിവെച്ച് പോകേണ്ടി വന്ന സാഹചര്യം. അങ്ങനെയുള്ള ആ സാഹചര്യമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 2014 ശേഷം എത്രമാത്രം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഈ രാജ്യത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം. കഴിഞ്ഞ 11 വർഷക്കാലത്തിനിടയിൽ ഒരാരോപണം പോലും കേന്ദ്ര സർക്കാരിലെ ഒരു മന്ത്രിക്കെതിരായിട്ട് പോലും ഉന്നയിക്കാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ കഴിഞ്ഞ 11 വർഷക്കാലമായിട്ടുള്ള സർക്കാരിന്റെ പ്രവർത്തനത്തിന്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ള ഉദാഹരണം, ആ തെളിവാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മാത്രമല്ല, ഈ നാട്ടിലെ സാധാരണക്കാരന് അന്നത്തെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരുന്നു, ഡൽഹിയിൽ നിന്ന് 100 രൂപ അയക്കുമ്പോൾ 15 രൂപയാണ് ഗുണഭോക്താവിന് കിട്ടുന്നത്. 85% ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെടുകയോ ഇടയ്ക്ക് വെച്ച് ചോർന്നു പോകുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ള സ്ഥിതിയിൽ നിന്ന് മാറി ഇന്ന് ഗുണഭോക്താവിന് അവൻ അർഹമായിട്ടുള്ള ആനുകൂല്യങ്ങൾ പൂർണ്ണമായും ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്ന വിധത്തിൽ ഒരു ഫിനാൻഷ്യൽ ഇൻക്ലൂസീവ്നെസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻക്ലൂസിവിറ്റി ഈ രാജ്യത്തെ 56 കോടി ജനങ്ങൾ, അന്നുവരെ ബാങ്ക് അക്കൗണ്ടില്ലായിരുന്ന ആളുകൾ, സ്വാതന്ത്ര്യം നേടി ഏതാണ്ട് 67 കൊല്ലക്കാലം ബാങ്കുകളുടെ പടിവാതിൽക്കൽ വരാന്തയിൽ പോലും കയറാൻ അവസരമില്ലാതിരുന്ന 56 കോടി ആളുകൾക്ക് കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ ജൻധൻ അക്കൗണ്ടുകളിലൂടെ അവർക്ക് അർഹമായിട്ടുള്ള പണം നേരിട്ട് അവർക്ക് ലഭ്യമാകുന്ന തരത്തിൽ ഇടയ്ക്ക് ശുപാർശക്കാരന്റെയും ഇടയ്ക്ക് കമ്മീഷൻ പറ്റുന്നവരുടെയും ആരുടെയും സഹായമില്ലാതെ നേരിട്ട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി എന്ന് പറയുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ അഴിമതി ഇല്ലാതാക്കലിന്റെയും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെയും ഒക്കെ ഏറ്റവും ജീവിക്കുന്ന ഉദാഹരണമായിട്ട് കഴിഞ്ഞ ഇത്രയും വർഷക്കാലമായിട്ട് 11 വർഷക്കാലമായിട്ടുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ സാധിക്കും. അങ്ങനെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ദീൻദയാൽ ജയന്തി ആഘോഷിക്കുന്നത്. നമ്മുടെ സമ്പദ് വ്യവസ്ഥ 11 വർഷം മുമ്പ് 11ാം സ്ഥാനത്തായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ലോകത്തിലെ 4ാമത്തെ സമ്പദ്ഘടനയായിട്ട് മാറിയിരിക്കുന്നു. അടുത്ത 2-3 വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ 3 സമ്പദ്ഘടനകളിൽ ഒന്നായിട്ട് മാറും എന്ന് ലോകത്തിലെ സാമ്പത്തിക വിദഗ്ധന്മാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ ഭാരതം മുന്നോട്ടേക്ക് കുതിക്കുമ്പോൾ കേരളം ഇപ്പോഴും കിതച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ആശങ്കാകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അതിന്റെ കാരണവും ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാരണമാണ്. കാരണം അഴിമതി കൊടികുത്തി വാഴുന്ന ഒരു സംസ്ഥാനമായിട്ട് ഇന്നും കേരളം നിൽക്കുന്നു. രാജ്യത്തെ അഴിമതി നീക്കം ചെയ്യാൻ, ഇല്ലാതാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിലെ അഴിമതിക്കൊരു അവസാനം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ വീട് തൊട്ട് കുടുംബം തൊട്ട് ഇങ്ങേയറ്റത്തെ ലോക്കൽ സെക്രട്ടറി വരെയുള്ള ആളുകൾ ഇവരെല്ലാവരും തന്നെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ റോഡിന്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി അനുവദിച്ച തുകയിൽ നിന്ന് കൈക്കൂലി ചോദിച്ചതിന്റെ പേരിൽ ഒരു CPMന്റെ കോർപ്പറേഷൻ കൗൺസിലറെ കൈയോടെ പിടികൂടിയത്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വിചാരിക്കുന്നത് ഞാൻ വലിയ തെറ്റൊന്നും ചെയ്തില്ല എന്നാണ്. കാരണം അയാൾ നോക്കുന്ന സ്ഥലത്ത് നോക്കുമ്പോൾ അയാൾ കാണുന്നത് CPMന്റെ വലിയ നേതാവ് മുഖ്യമന്ത്രിയുടെ മകളടക്കം മാസപ്പടി വാങ്ങും. കാരണം
കോടികളാണ് കമ്പനികളിൽ നിന്ന് മാസപ്പടിയായിട്ട് മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടുന്നത്. അപ്പൊ പിന്നെ എനിക്ക് കുറച്ച് പൈസ വാങ്ങിയാൽ എന്താ എന്ന് അയാൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ പാർട്ടിയിലെ സ്ഥിതിയിൽ അത് തെറ്റാണ് എന്ന് ഒരുപക്ഷെ ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ കരിമണൽ കമ്പനി എന്തിനാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസം തോറും ഈ മാസപ്പടി നൽകിയിരുന്നത് എന്നുള്ളത് ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. ഗോവിന്ദന് പോലും അറിയില്ല. ഗോവിന്ദന് വേറെ പല ഇടപാടുകളാണ്. അതൊരു ഇംഗ്ലണ്ടിലോ മറ്റുള്ള ഏതൊരു കക്ഷി, നമ്മുടെ നാടൊക്കെ വിട്ട് ഇംഗ്ലണ്ടിലാണ്, അങ്ങനെയുള്ള ഒരു ഇംഗ്ലണ്ടിലുള്ള ഒരു മലയാളി ഗോവിന്ദന് അതിന്റെ പേരിൽ എഴുതിയ കത്തോ ഗോവിന്ദന് എഴുതിയ പരാതിയോ അത് പോളിറ്റ് ബ്യൂറോയിലെത്തുകയും കോടതിയിലെത്തുകയോ ഒക്കെ ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർത്തകൾ വായിച്ചിട്ടുണ്ട്. കേരളത്തിൽ 1957 ആദ്യത്തെ മന്ത്രിസഭ വരുന്നത്. 1958 ആന്ധ്ര അരി കുംഭകോണം, അന്ന് തൊട്ടിങ്ങോട്ട് എല്ലാ മന്ത്രിസഭകളും അഴിമതി ആരോപണങ്ങൾ, കോഴയുടെ ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾ നേരിട്ടിട്ടുള്ളവരാണ്. ആ ആരോപണങ്ങൾ അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്ന ആളുകളാണ്. പക്ഷേ ഇത്രയും കാലത്തിനിടയിൽ ഈ രണ്ടാം പിണറായി സർക്കാർ ഇതിനേക്കാൾ മോശമായിട്ടുള്ള ഒരു സർക്കാർ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഈ രണ്ടാം പിണറായി സർക്കാരിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സഹകരണ ബാങ്കുകൾ മുഴുവൻ കൊള്ളയടിക്കുന്ന തലത്തിലേക്ക് അഴിമതി വ്യാപിച്ചിരിക്കുകയാണ്. ഈ കരുവന്നൂരിൽ 300 കോടി രൂപയാണ് വെട്ടിപ്പ് നടത്തിയത്. ആ 300 കോടി വെട്ടിപ്പ് നടത്തിയ ആളുകള് ഇപ്പൊ തിരുവനന്തപുരത്തെ ഒരു സഹകരണ സംഘത്തിലെ 6 കോടി ബാധ്യതയുടെ പേരിലാണ് ഇപ്പൊ ഏറ്റവും വലിയ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ 6 കോടിയുടെ ബാധ്യത ആ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കോ അല്ലെങ്കിൽ പാർട്ടിയുടെ നിർദ്ദേശമനുസരിച്ച് ആർക്കെങ്കിലുമോ കൊടുത്തതാണ് എന്ന് ഇതുവരെ, ഒരുപക്ഷെ ദേശാഭിമാനി എല്ലാ ദിവസവും എഴുതുന്നുണ്ട് എന്നുള്ളത് ശരിയായിരിക്കും, പക്ഷെ അതിനപ്പുറത്ത് സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു രേഖകളിലുമില്ല. കരുവന്നൂരിൽ നടന്ന് നമുക്കറിയാം. കള്ളപ്പണ ഇടപാട്, വായ്പ ഇല്ലാത്ത ആളുകളുടെ പേരിൽ വായ്പ കൊടുക്കൽ, അന്വേഷണം വന്നപ്പോൾ തടസ്സപ്പെടുത്തൽ, വായ്പ ഇല്ലാത്ത ആളുകളുടെ പേരിൽ കൊടുത്ത് അതിന്റെ ഒരു അംശം പാർട്ടി അക്കൗണ്ടിലേക്ക് എത്തിക്കൽ, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ കരുവന്നൂരിലുണ്ടായി. കരുവന്നൂരില് ഈ തരത്തിലുള്ള, ഒരുപക്ഷെ രാജ്യത്താദ്യമായിട്ട് ഒരു സഹകരണ തട്ടിപ്പില് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിസ്ഥാനത്ത് വന്നത് കരുവന്നൂരിലാണ്. പാർട്ടിയിലുള്ള ആളുകളല്ല ഞാൻ പറഞ്ഞത്. മറ്റെല്ലാ കേസുകളിലും പ്രതിസ്ഥാനത്ത് വരുന്നത് വ്യക്തികളാണ്. കരുവന്നൂരില് പ്രതിസ്ഥാനത്ത് വ്യക്തികൾ മാത്രമല്ല, CPM എന്ന് പറയുന്ന പാർട്ടി തന്നെയാണ് പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നത്. കാരണം ഈ പണത്തിന്റെ ഗുണഭോക്താവായിട്ട് പാർട്ടി മാറി. തിരുവനന്തപുരത്തെ ഇപ്പോ നടന്നിട്ടുള്ള ആത്മഹത്യ, ആ ആത്മഹത്യയിൽ പാർട്ടി പ്രതിസ്ഥാനത്താണെന്ന് ആരും പറയില്ല. ആ ആത്മഹത്യ ചെയ്ത BJPയുടെ കൗൺസിലർ ഉൾപ്പെടെ നിയമവിരുദ്ധമായി, ക്രമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്തു എന്ന് ആരും പറയില്ല. അദ്ദേഹത്തിന്റെ കുറിപ്പ് എന്ന് പറഞ്ഞിട്ട് പുറത്തു വന്നിട്ടുള്ള കുറിപ്പിൽ അദ്ദേഹം തന്നെ പറയുന്നത് ഞാനോ എന്റെ ഭരണസമിതിയിൽപ്പെടുന്ന ആളുകളോ ക്രമവിരുദ്ധമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിൽ എങ്ങനെ CPM തടിച്ചു കൊടുത്തു എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തൃശ്ശൂരിലെ DYFI നേതാവിന്റെ ചോർന്നു വന്ന ശബ്ദരേഖ. ഒരു വന്നല്ലോ, ഇങ്ങനെ ഈ കപ്പലണ്ടി വിറ്റ് നടന്ന ആള് കോടീശ്വരനായി എന്നൊക്കെ പറയുന്ന ശബ്ദരേഖയുണ്ട്, പരസ്പരം ടെലിഫോൺ സംഭാഷണം. അപ്പോ ഈ ജനങ്ങളുടെ ചോര കുടിച്ച് ചീർക്കുന്ന അട്ടകളായിട്ട് CPMന്റെ നേതാക്കന്മാർ മാറുന്നതാണ് ഈ രണ്ടാം പിണറായി സർക്കാരിൽ നമ്മൾ കണ്ടത്.
അങ്ങനെ എല്ലാ മേഖലകളിലും അഴിമതി കൊടികുത്തി വാഴുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നാട്ടിൽ നിയമവും ക്രമസമാധാനവും ഒക്കെ പാലിക്കേണ്ട പോലീസ് സംവിധാനം, ആ പോലീസ് സംവിധാനത്തിന്റെ സ്ഥിതി സ്വാധീനമുള്ളവൻ, പണമുള്ളവന് പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ള അവസ്ഥയാണ്. കേരള പോലീസിന്റെ മുദ്രാവാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മൃദുഭാവേ ദൃഢകൃത്യേ എന്നാണ്. ഈ മൃദുഭാവം എന്താണെന്ന് നിങ്ങളെല്ലാവരും കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ആ മൃദുഭാവം എങ്ങനെയൊക്കെ നടന്നു, അതിനെക്കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്നാണ്. ഇതെല്ലാം ഈ നമ്മുടെ മലയാള ഭാഷയിൽ അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടായിരുന്നത് രക്ഷപ്പെട്ടു. അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി വളരെ വിഷമത്തിലായിപ്പോയത്. കാരണം അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അദ്ദേഹം ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി, ഞാനത് വളരെ ഇതായിട്ട് തന്നെ പറയാം, ആ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ളത് നമ്മൾ ഏതൊരാളും അത്ഭുതപ്പെടും. കാരണം എല്ലാവരെയും അടിച്ചോടിക്കുന്ന സമീപനം, സ്ത്രീകളെയും കുട്ടികളെയും ദളിതരെയും പൂജാരിമാരെയും ഇവരെല്ലാവരെയും. പക്ഷേ മുഖ്യമന്ത്രി ഇടതുമുന്നണി യോഗത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് എന്ന് സൂചിപ്പിച്ചു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. എന്ന് പറഞ്ഞാൽ 100 ഒറ്റപ്പെട്ട സംഭവങ്ങൾ. അങ്ങനെയുള്ള 100 ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മളെല്ലാവരും കണ്ടു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കിളിമാനൂരിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു പാവപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യനെ ഇടിച്ചു തെറിപ്പിച്ച് അദ്ദേഹത്തിന്റെ ജീവനെടുത്ത സംഭവം നമ്മൾ പത്രങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. സാധാരണ ഒരു മനുഷ്യൻ, നമ്മൾ വണ്ടിയായിട്ട് പോകുമ്പോൾ ഒരു മൃഗത്തെ ആണെങ്കിൽ പോലും ഇടിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് നിർത്തിയിട്ട് നോക്കും, ആ മൃഗത്തെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ, വല്ല പരിക്കും പറ്റിയിട്ടുണ്ടോ, അതിനെ രക്ഷപ്പെടുത്താൻ പറ്റുമോ. പക്ഷെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു മനുഷ്യനെ ഇടിച്ചു തെറിപ്പിച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ പോയി എന്ന് പറയുമ്പോൾ ഈ പിണറായി പോലീസിന്റെ സ്ഥിതി എന്താണ്, ആ പിണറായി പോലീസ് എങ്ങനെയുള്ള ആളുകളാണ് പിണറായി പോലീസിലുള്ളത് എന്ന് നമുക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റുന്നൊരു കാര്യമാണ്. ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. വളരെ ദാരിദ്ര്യം ഉള്ള ഒരു കുടുംബം, വളരെ പാവപ്പെട്ടവരായിട്ടുള്ളൊരു കുടുംബം. അങ്ങനെയുള്ള കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അവിടെ മാത്രമല്ല, ഇപ്പൊ കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവം നടന്നു. ആനന്ദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പേരൂർക്കട പോലീസ് ക്യാമ്പിൽ ട്രെയിനിയായിരുന്നു. ഞാൻ മിനിയാന്ന് ആ വീട്ടിൽ പോയത്. മിഥുരയിലുള്ള ആ ഒരു ആദിവാസി ചെറുപ്പക്കാരനാണ്. അമ്മയും ഒരു സഹോദരനും മാത്രമേ ഉള്ളൂ. അമ്മ തയ്യൽ ജോലിയെടുത്ത്, 2 മുറിയുള്ള വീട്, തയ്യൽ ജോലിയെടുത്ത് പഠിപ്പിച്ച് SN കോളേജിൽ, ചെമ്പടത്തി SN കോളേജിൽ നിന്ന് ഡിഗ്രിയൊക്കെ പാസ്സായി, PSC ഒരു കോച്ചിങ്ങിനും പോകാതെ വീട്ടിലിരുന്ന് പഠിച്ച് പോലീസിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട ചെറുപ്പക്കാരനാണ് ആനന്ദ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ. അയാൾ പറഞ്ഞിരുന്നത്, ഞാൻ ജോലി കിട്ടി, അമ്മ എന്നെ ഇത്രയും കാലം കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു, ഇനി അമ്മ തൊഴിലിന് പോകണ്ട, ഞാൻ അമ്മയുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളാം. പക്ഷെ പോലീസ് പറയുന്നത് അയാൾ ആത്മഹത്യ ചെയ്തു എന്നാണ്. വീട്ടുകാർക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം അമ്മയെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് ജോലിയിൽ ചേർന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ, ട്രെയിനിങ്ങിൽ പങ്കാളിയായിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു സുപ്രഭാതത്തിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് അങ്ങനെ പറയുന്ന പോലീസ് ഭാഷ്യം, ആ പോലീസ് ഭാഷ്യം ആ നാട്ടുകാർക്കും വിശ്വാസമായിട്ടില്ല, ആ കുടുംബത്തിനും വിശ്വാസമായിട്ടില്ല. പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ ജാതീയമായിട്ടുള്ള അധിക്ഷേപം ഉൾപ്പെടെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് അവിടെ അദ്ദേഹത്തെ അറിയുന്നവരും കുടുംബത്തെ അറിയുന്നവരും ഒക്കെ എന്നോട് പറഞ്ഞത്. കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ, വീട്ടുജോലിക്ക് നിൽക്കുന്ന സ്ത്രീ, ആ സ്ത്രീയെ 24 മണിക്കൂർ നേരം പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു നിർത്തി, സംശയത്തിന്റെ പേരിൽ പിടിച്ചു നിർത്തിയത്. ആ വീട്ടിൽ ഞാൻ പോയിരുന്നു. ആ ബിന്ദു
ജോലി ചെയ്യുന്ന വീട്ടിലെ വീട്ടുകാരി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി പോലീസ് വിളിച്ചു വരുത്തുകയാണ്. 24 മണിക്കൂർ പിടിച്ചു നിർത്തി. വെള്ളം ചോദിച്ചപ്പോൾ, ദാഹിച്ച് വെള്ളം ചോദിച്ചപ്പോൾ പറഞ്ഞ് പോയി കക്കൂസ് പോയി കുടിച്ചോളാനാണ്. ഇതാണ് പോലീസിന്റെ പെരുമാറ്റം. ഇങ്ങനെയുള്ള ആളുകൾക്ക് പൂർണ്ണ സംരക്ഷണം കിട്ടും. കാരണം എന്താ? കാരണം CPMന്റെ നേതൃത്വത്തിലുള്ള ആ യജമാനന്മാരുടെ എല്ലാ പണികൾക്കും കൂട്ടുനിൽക്കുന്നവരായിട്ട് കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഞാൻ എല്ലാവരും അങ്ങനെയാണെന്നും പറയില്ല. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അങ്ങനെയുള്ള ആളുകളായതുകൊണ്ട് ഇങ്ങനെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ എന്ത് വൃത്തികേടുകളും സംരക്ഷിക്കാനും അവരെ നിലനിർത്താനും CPMന്റെ നേതൃത്വവും തയ്യാറായിട്ട് വരുന്നു. അങ്ങനെ പോലീസ് സേനയിലെ പുഴുക്കുത്തുകളായിട്ടുള്ള ആളുകൾ, ആ പുഴുക്കുത്തുകളായിട്ടുള്ള ആളുകളും CPMന്റെ നേതൃത്വവും തമ്മിലുള്ള ഒരു അവിഹിതമായിട്ടുള്ള ഒരു ബന്ധം, അവിശുദ്ധ ബന്ധം. ആ അവിശുദ്ധ ബന്ധമാണ് ഈ തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഇങ്ങനെയുള്ള അക്രമികളായിട്ട് മാറുന്നതിന്റെ പിന്നിൽ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇങ്ങനെ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഈ സർക്കാരിനെ വെറുത്ത് കൊണ്ടിരിക്കുന്ന സാഹചര്യം, ആ സാഹചര്യമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഈ സർക്കാർ എത്രയും പെട്ടെന്ന് ഈ സർക്കാരിനെ പുറത്താക്കണം എന്നുള്ളതാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ മനോഭാവം എന്ന് ജനങ്ങളുടെ ഇടയിൽ അഭിപ്രായമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോ ഇപ്പൊ ജനങ്ങളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിച്ച്, പഴയ ബ്രിട്ടീഷ് തന്ത്രം, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള തന്ത്രം, ആ തന്ത്രം ഉപയോഗിക്കാനാണ് ഇപ്പോ മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റവും ഒടുവിലായിട്ട് നടത്തുന്ന ശ്രമം. ശബരിമലയിൽ ആചാര ലംഘനത്തിന് കൂട്ടുനിന്ന ആളുകൾ 7 കോടി മുടക്കിയിട്ടാണ് ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തിയിരിക്കുന്നത്. ആ അയ്യപ്പ സംഗമം എന്തായി നമുക്കെല്ലാവർക്കും അറിയാം. പിണറായി വിജയനും കുറെ അന്തഃപുരവാസികളും അല്ലാതെ ആ അയ്യപ്പ സംഗമത്തിൽ ആളുകൾ ആരും പോയില്ല. ആളുകൾക്ക് അറിയാമായിരുന്നു ഇവർ ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിൽ ഒരർത്ഥമില്ല. കാരണം അയ്യപ്പ സംഗമം ശബരിമലയുടെ വികസനത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണെന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ ആളുകളെ പിടിച്ചിരുത്തിയല്ല. കാരണം മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ ആളില്ലെങ്കിൽ അദ്ദേഹം ഭയങ്കരമായിട്ട് ക്ഷോഭിക്കും. നമ്മൾ കണ്ടിട്ടുണ്ട് ആളില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം എങ്ങനെയാണ് ക്ഷോഭിക്കുന്നത്. അപ്പൊ ആ ക്ഷോഭം താങ്ങാൻ ബുദ്ധിമുട്ടാണ് എന്നറിയുന്നത് കൊണ്ട് ദേവസ്വം ബോർഡിന്റെ ആളുകളും പിന്നെ നാട്ടിലെല്ലാ സ്ഥലത്തുനിന്നും വിളിച്ചുകൂട്ടിയ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ആ സമയം പൂർണ്ണമായിട്ടിരുന്നു. പക്ഷെ ശബരിമല വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്ത ഒരു യോഗത്തിലും ആളുണ്ടായില്ല അതിനുശേഷം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരിമല വികസനം ചർച്ച ചെയ്യാൻ ഇവര് ചർച്ച ചെയ്യുന്നതിൽ ജനങ്ങൾക്ക്, ആ വന്ന ആളുകൾക്ക് ആർക്കും വിശ്വാസമില്ലായിരുന്നു. ഇവർ ചർച്ച ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് ഈ അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യമെന്താണ് എന്ന് കോടതി ചോദിച്ചതിന് പോലും കൃത്യമായിട്ട് ഉത്തരം നൽകാൻ ഈ ദേവസ്വം ബോർഡിനും സർക്കാരിനും സാധിച്ചിട്ടില്ല. മാത്രമല്ല അതിനിടയിലാണ് ഈ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണപാളി, അതിന്റെ പീഠം, സ്വർണപാളിയിൽ തന്നെ 4 കിലോ 4.5 കിലോ സ്വർണം നഷ്ടമായി എന്നാണ് പറയുന്നത്. 4.5 കിലോ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കണക്കനുസരിച്ചിട്ട് ഏതാണ്ട് 5 കോടിയോളം രൂപ വില വരും. ആ 5 കോടിയോളം വില വരുന്ന സ്വർണം ശബരിമലയുടെ ക്ഷേത്രത്തിന്റെ അവകാശപ്പെട്ട സ്വർണം, ആ സ്വർണം നഷ്ടമായി എന്നുള്ള വാർത്തയും കൂടി വന്നപ്പോ ഈ സർക്കാരിന് ശബരിമലയോട് എത്ര താല്പര്യമുണ്ട് എന്ന് സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാക്കി. 9 കൊല്ലം ഈ സംസ്ഥാനം ഭരിച്ച ആളുകളാണ്. ആ 9 കൊല്ലക്കാലത്തിനിടയിൽ ഒന്നും ചെയ്യാതിരുന്ന ആളുകൾ ഇപ്പോ 7 കോടി മുടക്കിയിട്ട് അയ്യപ്പ സംഗമം നടത്തുകയാണ്. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. അവിടുത്തെ മാസ്റ്റർ പ്ലാൻ 9 കൊല്ലമായിട്ട് ഒന്നും ചെയ്യാത്ത സർക്കാരാണ്. ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള മാസ്റ്റർ പ്ലാൻ, ആ മാസ്റ്റർ പ്ലാൻ എല്ലാവരുടെയും മുന്നിൽ അവിടെ ഉണ്ട്. അതെങ്ങനെയാണ് ശബരിമല വികസിപ്പിക്കേണ്ടത്, ശബരിമലയിലെ ഇടത്താവളമായിട്ട് നിലയ്ക്കൽ വികസിപ്പിക്കേണ്ടത് എങ്ങനെയാണ്. പക്ഷേ 9 കൊല്ലമായിട്ട് അക്കാര്യത്തിൽ ചെറുവിരൽ അനക്കിയിട്ടില്ല ഈ സർക്കാർ. ഭാരതീയ ജനതാ പാർട്ടി ഈ ശബരിമലയുടെ കാര്യത്തിൽ എന്ത് ചെയ്തു എന്നൊക്കെ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ
ഭാരതീയ ജനതാ പാർട്ടി ഭരിച്ച സംസ്ഥാനങ്ങളിലൊക്കെ ഭാരതീയ ജനതാ പാർട്ടി വിശ്വാസികളുടെ താല്പര്യങ്ങൾ, വിശ്വാസികളുടെ വികാരങ്ങൾ മാനിച്ചുകൊണ്ടുള്ള നടപടികളാണ് എടുത്തിട്ടുള്ളത്. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഭരിച്ചിരുന്നുവെങ്കിൽ നിസ്സംശയം എനിക്ക് പറയാം, 9 കൊല്ലക്കാലം കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ആ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കിയത്. ഞാനിത് വെറും ഒരു ആഗ്രഹം പറയല്ല, കാരണം ഇത് നമ്മൾ ചെയ്തു കാണിച്ച കാര്യമാണ്. അയോധ്യ ആണെങ്കിലും കാശി വിശ്വനാഥ ഇടനാഴിയാണെങ്കിലും ചാർധാം ആണെങ്കിലും ഇതിലെല്ലാം ഭാരതീയ ജനതാ പാർട്ടി എടുത്തിട്ടുള്ള നിലപാട്. കാശി വിശ്വനാഥ ക്ഷേത്ര ഇടനാഴി 2019 തറക്കല്ലിട്ടത്. 2021 ഭക്തർക്ക് തുറന്നു കൊടുത്തു. ശബരിമലയുടെ അതേ പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. ഭക്തർ മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരുന്ന സാഹചര്യം, സ്ഥലപരിമിതി, ജനസാന്ദ്രത, അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളൊക്കെ കാശി വിശ്വനാഥ ക്ഷേത്ര ഇടനാഴിയിലുണ്ടായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നേരിട്ടിറങ്ങി ജനങ്ങളുമായിട്ട് സംസാരിച്ച് ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. അങ്ങനെ സ്ഥലം ഒഴിപ്പിച്ച് കിട്ടേണ്ട ആളുകളെ സ്ഥലം ഒഴിപ്പിച്ചെടുത്ത് കാശി വിശ്വനാഥ ക്ഷേത്ര ഇടനാഴി നടപ്പിലാക്കി. കുടിയൊഴിഞ്ഞു പോകേണ്ടി വന്ന ആളുകൾക്ക് പകരം സ്ഥലം നൽകി. അതുകൊണ്ട് എനിക്ക് നമ്മുടെ വാസവൻ മന്ത്രിയോട് പറയാനുള്ളത്, ഈ യോഗിജിയുടെ സന്ദേശം മാത്രം വായിച്ചാൽ പോരാ, പകരം ശബരിമലയിൽ പോയി കണ്ട്, യോഗിജിയെ പോയി കണ്ട് ശബരിമലയിൽ എന്ത് ചെയ്യണം എന്ന് വാസവൻ പഠിക്കണം. അതല്ലാതെ സംഗമത്തിൽ യോഗിജിയുടെ കത്ത് വായിച്ച് ഇതാ യോഗി അനുഗ്രഹിച്ചിരിക്കുന്നു. വാസവൻ മന്ത്രി ചിലപ്പോഴൊക്കെ സത്യം പറയുന്ന ഒരാളാണ്. കാരണം ചിലപ്പോഴൊക്കെ എന്നാണ് ഞാൻ പറഞ്ഞത്, എല്ലായ്പ്പോഴും അല്ല. കാരണം ചിലപ്പോഴൊക്കെ സത്യം പറയുന്നത് നമ്മൾ ആദ്യം കേട്ടത് വിഴിഞ്ഞത്താണ്. അദ്ദേഹം പറഞ്ഞു അദാനി ഞങ്ങളുടെ പാർട്ട്ണറാണെന്നാണ് പറഞ്ഞത്. അതുവരെ പറഞ്ഞിരുന്നത് അദാനിക്കെതിരായിട്ട് വലിയ ബഹളമായിരുന്നു. ഞാൻ പാർലമെന്റിലുള്ള സമയത്ത് ഞാൻ സ്ഥിരം കാണുന്നതാണ്. നമ്മുടെ CPM-ന്റെ കേരളത്തിലുള്ള സുഹൃത്തുക്കളൊക്കെ ഉടനെ ചാടി എഴുന്നേൽക്കും അദാനി. പക്ഷേ സത്യം വാസവൻ പറഞ്ഞു അദാനി ഞങ്ങളുടെ പങ്കാളിയാണ്, അതാണ് പറഞ്ഞത്. അതേപോലെ യോഗി ആദിത്യനാഥ് വളരെ ബഹുമാന്യനായിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ളത് പറഞ്ഞു. ഇത്രയും കാലം പറഞ്ഞ് യോഗി എന്തോ ഒരു വലിയ മോശക്കാരനാണെന്നുള്ള നിലയിലാണ് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ കേരളം അവിടെ അന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് യോഗിജി കൊടുത്ത പരസ്യത്തിന്റെ പേരിൽ അദ്ദേഹത്തെ ക്രൂശിക്കാൻ ഇനി ബാക്കിയില്ല ആ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത്. പക്ഷെ ഇപ്പോ യോഗിജി വളരെ ബഹുമാന്യനായിട്ടുള്ള ആളായി. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ശബരിമലയിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് യോഗിജി ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠിക്കണം. അയോധ്യ പോയി കാണണം വാസവൻ. എന്നിട്ട് എങ്ങനെയാണ് അയോധ്യയിൽ നിർമ്മാണം നടത്തിയത്, എങ്ങനെയാണ് കാശിയിൽ നിർമ്മാണം നടത്തിയത്. അത് ഉത്തർപ്രദേശിൽ മാത്രമല്ല, മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ ശ്രീ മഹാകാൽ ലോക് പദ്ധതി, ആ പദ്ധതി എങ്ങനെയാണ് സർക്കാർ നടപ്പിലാക്കിയത്. 850 കോടി രൂപയാണ് അതിന്റെ ആകെ ചെലവ്. പ്രതിവർഷം 1.5 കോടിയോളം വരുന്ന സന്ദർശകരുടെ എണ്ണം അതിരട്ടിയാകുമെന്നാണ് മധ്യപ്രദേശ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അതിന് ഉതകുന്ന തരത്തിലാണ് അവിടുത്തെ വികസനം നടക്കുന്നത്. ഭരണത്തിൽ ഉള്ള എല്ലാ സ്ഥലങ്ങളിലും ഇതെല്ലാം ചെയ്തതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പശ്ചാത്തലം. അതുകൊണ്ട് ഭൂരിപക്ഷ സമുദായത്തിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കാൻ ഈ രാജ്യത്ത് ഏറ്റവും ശക്തമായ നിലപാട് എടുത്തിട്ടുള്ളതും ഇനി എടുക്കാൻ പോകുന്നതും ഭാരതീയ ജനതാ പാർട്ടി മാത്രമാണ്. അക്കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. 500 വർഷക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം ഉയർന്നത് ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്തുള്ളതുകൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ കുറെ കള്ളക്കഥകൾ ഉണ്ടാക്കി. ആ കള്ളക്കഥകൾ മുഴുവൻ പൊളിച്ച് ശ്രീരാമ ഭഗവാന്റെ ജന്മഭൂമി തിരിച്ചുപിടിച്ചത് ഭാരതീയ ജനതാ പാർട്ടി കൂടി പങ്കാളിയായിട്ടുള്ള നിരവധി പരിശ്രമങ്ങൾ, ആ പരിശ്രമങ്ങളിലൂടെയാണ്. താൻ വിശ്വാസിയാണ്, ഭക്തനാണ് എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് രാജ്യത്തുള്ളത്. അതുകൊണ്ട് ഭാരതീയ പാരമ്പര്യങ്ങളെയും വിശ്വാസത്തെയും കുറിച്ച് അഭിമാനമുള്ള ഒരു നേതാവാണ് ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. അതുകൊണ്ട് അയോധ്യ മുതൽ ശബരിമല വരെ ഭൂരിപക്ഷ സമുദായത്തിന് വേണ്ടി നിലപാട് എടുത്തത്, ഇനിയും എടുക്കാൻ പോകുന്നത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ ഉള്ളൂ എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്.
അതുകൊണ്ട് ശബരിമലയിൽ ആചാര സംരക്ഷണത്തിന് പോലീസിന്റെ അടികൊണ്ടതും ജയിലിൽ പോയതും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരാണ് എന്നുള്ളത് ചരിത്ര സത്യമാണ്. അത് എക്കാലത്തും ഞങ്ങളുടെ നിലപാടാണ്. അത് ഇനി ഭാവിയിലും അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് ദീൻദയാൽജി മനുഷ്യന്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ അത് കേവലം ഭൗതിക പുരോഗതിയല്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ശരീരവും ബുദ്ധിയും മനസ്സും ആത്മാവും ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് മനുഷ്യൻ, ഇതെല്ലാം ചേർന്നതാണ് മനുഷ്യൻ എന്ന് സമഗ്രമായി മനുഷ്യനെ വിലയിരുത്തിക്കൊണ്ട് ആവിഷ്കരിച്ച ഏകാത്മ മാനവ ദർശനം. ആ ഏകാത്മ മാനവ ദർശനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നയപരിപാടികൾ നടപ്പിലാക്കുമ്പോൾ ഞാൻ പറഞ്ഞ ശരീരം മാത്രമല്ല, ശരീരവും ബുദ്ധിയും മാത്രമല്ല, മനസ്സും ആത്മാവും കൂടി ചേർന്നതാണ് മനുഷ്യൻ എന്ന് വിശ്വസിക്കുന്ന, എന്നുള്ളതിൽ നിസ്സംശയം നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ജനങ്ങളുടെ, ഭക്തരുടെ വിശ്വാസങ്ങൾ, ഭക്തരുടെ വിശ്വാസ പ്രമാണങ്ങൾ അതിനെ കാത്തുസൂക്ഷിക്കുകയും അത് നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് ഇന്ന് ദീൻദയാൽജിയുടെ ജയന്തി ദിനത്തിൽ ഏകാത്മ മാനദർശനത്തിന്റെ പ്രണേതാവായിരുന്ന മഹാനായിട്ടുള്ള രാഷ്ട്ര ഋഷിയുടെ ഈ ജയന്തി ദിനത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെ ആ നിലപാട് ഒരിക്കൽ കൂടി നമുക്ക് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാം. ഇതേ പാതയിലൂടെ തന്നെയായിരിക്കും ഭാരതീയ ജനതാ പാർട്ടിയും പാർട്ടിയുടെ പ്രവർത്തകരും മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഒരിക്കൽ കൂടി ഒരു ദൃഢസങ്കല്പത്തിലൂടെ ഉറപ്പിക്കാൻ കൂടി ഈ അവസരത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.